നോക്കുന്ന അടിച്ചേ അതിങ്ങനെ അങ്ങ് വരച്ചാ മതി. ഓ സമയം. ഹലോ ഹലോ, ആ സുരേഷ് അണ്ണാ. ആ അണ്ണാ ഒന്ന് ഇങ്ങോട്ട് വരുവാണ്. നമ്മളെ വന്നും വൈകിട്ട് വന്നിരിക്കുന്ന കലങ്ങില്ലേ, അത് പൊളിച്ചു കളയണോ? ഓടനെ അങ്ങനെ വന്നോ പറയുന്നേ. ആ ഭാഗത്ത് എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി കിടപ്പുണ്ട്. ആഹാ, ഒന്ന് വന്ന് നോക്കണം. എനിക്ക് കൈനീട്ട് ഓട്ടം കിട്ടിയതാ. ഒരു 1/2 മണിക്കൂർ. അണ്ണാ 2 കൊലയുണ്ടണ്ണാ. പിന്നെ നിന്റെ വണ്ടി കൊലപാതകത്തിന് ഉത്തരവാദിത്വം പറയാനാണ് എന്നെ വിളിക്കുന്നത്. അതല്ലെന്ന്, പിന്നെ 2 കൊലയും കൊണ്ട് വെച്ചാൽ ഓട്ടം വിളിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് അല്ലേ എന്റെ ഓട്ടം പോവും. ഞാൻ ഇതാ വരുന്നു. പെട്ടെന്ന് വാ. ഉടനെ അതും പൊക്കി വെക്കവിടെ. എടാ, എനിക്ക് ട്രഷറി പോണം, ഇത് കൊണ്ട് കൊടുത്തട്ടെ. കൊണ്ടുപോവാം. ഇത് പിടിച്ചേ. അമ്മച്ചി എന്തി? അമ്മച്ചി ഒന്നും കാണാനില്ലല്ലോ ഇപ്പൊ. അവള് വെളിയിൽ ഇറങ്ങത്തില്ല. ഓരോ കള്ളത്തങ്ങൾ കാണിച്ചു വെക്കുമ്പോ ഓർക്കണമായിരുന്നു, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. എടാ, അതല്ല, അവളെ മൂട്ടിന്റെ അതേമാനം, അതുകൊണ്ട് അവള് വെളിയിൽ ഇറങ്ങത്തില്ല. ഓ അതായിരുന്നോ? അവള് വീട്ടിൽ തന്നെ ഇരിക്കുവാ. പള്ളി തന്നെ അച്ഛാ ഞങ്ങളുടെ വണ്ടി ഒന്നും വിളിക്കുന്നില്ല. രാജന്റെ വണ്ടി വിളിച്ചില്ലേ മൊത്തത്തിൽ ഓട്ടം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കൊടുത്തില്ലേ ഇപ്പം? കൊടുത്താ? പിന്നെ അവനിപ്പം കാശുമായി അവനിപ്പം എന്തുവാ